أعوذ بالله من الشيطان الرجيم أولم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله وعن ابن عمر رضي الله عنه قال أخذ رسول الله صلى الله عليه وسلم بمنكبي وقال كن في الدنيا كأنك غريب أو عابر سبيل. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫضل കൊണ്ട് കൃപ കൊണ്ട് ഈമാനോടുകൂടിയുള്ള ജീവിതം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം താമസം കൂടാതെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഈമാനികമായ ശക്തി അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമുക്ക് മുമ്പേ നടന്നു പോയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും സന്തോഷകരമായ പാരത്രിക ജീവിതവും നൽകുമാറാവട്ടെ. അവസാനം മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അവർണ്ണനീയമായ സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട്, മഹലായ ഫضل കൊണ്ട്, ഔദാര്യം കൊണ്ട് നൽകുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള സഫുകളിൽ സ്ഥലമുണ്ടെങ്കിൽ അത് നമ്മൾ പൂർത്തിയാക്കിയിരിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ജുമാ നമസ്കാരത്തിന് മാത്രമല്ല, എല്ലാ നമസ്കാരങ്ങൾക്കും ഒന്നാം സഫിൻ്റെ മഹത്വം രണ്ടാം സഫിനില്ല എന്ന് നിങ്ങൾക്കറിയാം. ഒന്നാം സഫിൽ തന്നെ ആ സഫിൻ്റെ വലതുഭാഗത്തിനാണ് ഇടതുഭാഗത്തെ അപേക്ഷിച്ച് മഹത്വം എന്ന് ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ വലതുഭാഗത്ത് ഇരുന്ന് നമസ്കരിക്കാനായി സഹാബാക്കൾ പരസ്പരം മത്സരിച്ചു എന്ന് ഹദീസിൻ്റെ കിതാബുകൾ കാണാം. നന്മയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കപ്പെട്ടാൽ അവരെക്കാൾ കൂടുതൽ അതിലേക്ക് വേഗത്തിലെത്തിയിരുന്ന ആരെയും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കിതാബുകളിൽ വായിക്കാം. സ്വഹാബത്തിൻ്റെ ഗുണം അതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വലതുഭാഗത്തെ മഹത്വം പറഞ്ഞു, വലതുഭാഗത്ത് തിരക്കായി, മത്സരമായി. അവസാനം തങ്ങൾ ഒന്നാം സഫിൻ്റെ ഇടതുഭാഗത്തിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, അവിടെ ആളെ നിർത്താൻ. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിസ്തൃത ഹദീസുകളിൽ ഒന്നാം സഫിൻ്റെ വലതുഭാഗത്തിൻ്റെ മഹത്വവും നമുക്ക് വായിക്കാം, ഇടതുഭാഗത്തിൻ്റെ മഹത്വവും വായിക്കാം. എന്നിട്ടൊരു പ്രധാന കാര്യം കൂടി അവിടെ നിന്ന് പറഞ്ഞു. ഒന്നാം സഫുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മലക്കുകളും ഒന്നാം സഫുകാരുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു തങ്ങൾ. അപ്പോൾ രണ്ടാം സഫിൽ വന്നുപോയ സഹാബത്തിന് പ്രയാസം തോന്നി, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സലാത്ത് ഇല്ലല്ലോ നബിയെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇപ്രകാരം കൂടി പറഞ്ഞു, രണ്ടാം സഫുകാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാം സഫിലേക്ക് പോയില്ല എന്ന കാര്യം നമ്മൾ വിട്ടുപോകരുത്. മനുഷ്യരായ നമുക്ക് ഒരു യാത്രയിലാണുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാന സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ തോളത്ത് ഇരു കൈകൾ വെച്ചു സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി പിതാവ് മകൻ്റെ തോളത്ത് കൈവച്ച് എന്തോ പറയാൻ പോകുന്നത് പോലെ അവിടെ നിന്റെ തോളത്ത് കൈവച്ചു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ, സുന്നത്തുകളെ പിൻപറ്റുന്ന കാര്യത്തിൽ കർക്കശ ബുദ്ധി ഉണ്ടായിരുന്ന സഹാബാക്കളിലെ പ്രമുഖൻ, അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നല്ലതാണ്. ഏത് സുന്നത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടാലും കേട്ടാലും ഉടനടി അത് സ്വജീവിതത്തിലേക്ക് പകർത്താൻ വ്യഗ്രത കാണിച്ച ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മദീനയിൽ അദ്ദേഹത്തിന് ഖബറുണ്ട്.
ആ സഹാബിയോട് ഒരിക്കൽ നബി തങ്ങൾ പറയാണ്, അദ്ദേഹം പറയണേ, തങ്ങൾ എന്നോട് പറഞ്ഞു, രണ്ട് തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഓ ഇബ്നു ഉമറെ, നീ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വഴിപോക്കനെ പോലെ നീ ജീവിക്കുക, അല്ലെങ്കിൽ നീ ഒരു വിദേശിയെ പോലെ ജീവിക്കുക, അഥവാ ഒരു യാത്രക്കാരനെ പോലെയോ സ്വന്തം നാട് വിട്ട് മറ്റേതോ നാട്ടിൽ ആവശ്യ പൂർത്തീകരണത്തിന് താൽക്കാലിക താമസം തേടുന്ന ഒരു വിദേശിയെ പോലെയോ നീ ദുനിയാവിൽ ജീവിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ട നബി എന്നോട് പറഞ്ഞു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ അറിയിക്കുകയാണ്. ഇപ്പൊ മനുഷ്യൻ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനായിരിക്കണമെന്നാണ് ഹദീസിന്റെ താല്പര്യം. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു യാത്രക്കാരനാണ് താൻ. നമ്മളൊക്കെ യാത്രയുടെ വിവരണങ്ങൾ നമ്മൾ ധാരാളം പണ്ഡിത നാവുകളിൽ കേട്ടിട്ടുണ്ട്. എവിടെ നിന്ന് തുടങ്ങി എവിടെ പോകുന്നു എന്നൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് ആത്മാവിന്റെ ലോകത്തു നിന്നാണ് അതിന്റെ തുടക്കമെന്ന് കാണാം. ഇപ്പൊ ഇങ്ങോട്ട് പിന്നെ ഒരു മൂന്നാം ഘട്ട യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒട്ടും ഓർമ്മയില്ലാത്ത ഒരു ആത്മീയ ലോകം ഉണ്ടായി. വിശുദ്ധ ഖുർആൻ പരാമർശിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യബുദ്ധിയിൽ ഒരിക്കലും എത്തിപ്പെടാൻ പോലും കഴിയാത്തൊരു ലോകത്തെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ആത്മാവിന്റെ ലോകം എന്ന് പറയും. അവിടെ വെച്ച് പരസ്പരം ആത്മാവുകൾ പരിചയപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ആത്മീയ അഥവാ ആത്മാവിന്റെ ലോകത്ത് വെച്ച് പരിചയപ്പെട്ടവരെ മാത്രമാണ് ഇഹലോകത്തും പരസ്പരം പരിചയപ്പെടുന്നത് എന്നും കാണാൻ ഹദീസിൽ. അപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ട് ദുനിയാവില്, ഒരു കൂട്ടുകാരൻ, എന്റെ ഒരു ആത്മമിത്രം, അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുറച്ചു പേരുണ്ട്. അവരുടെ പരിചയം തുടങ്ങിയത് ഇവിടെ അല്ല എന്നാണ് ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത്. മറിച്ച് അവിടെ വെച്ചാണ് ആത്മാവിന്റെ ലോകത്ത് തുടങ്ങിയതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ വെച്ച് പരസ്പരം ആരാണോ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ജോഡിയാവുകയൊക്കെ ചെയ്തത് അവരാണ് ദുനിയാവിൽ വന്നാലും ഇഷ്ടപ്പെടുന്നതും പരിചയപ്പെടുന്നതും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതും. നമ്മളപ്പോ ആരും എന്ത് ചെയ്യണ്ട, നമ്മളോട് ആരെങ്കിലും കൂടിയില്ല എന്ന് പരാതി പറയണ്ട. കാരണം അത് അവിടെ തുടങ്ങിയതല്ല, അത് ആത്മാവിന്റെ ലോകത്ത് തുടങ്ങിയതാണ്. അവിടെ പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരു പരിചയം ഇവിടെ പ്രതീക്ഷിക്കേണ്ടെന്ന് അർത്ഥമാണ്. അള്ളാഹുവിന്റെ എത്ര കൃത്യമായ സംവിധാനമാണെന്ന് നോക്കുക. പിന്നീട് റസൂലുള്ളാഹി നമ്മൾ അതിന്റെ മറുവശം കൂടി പറഞ്ഞു, അവിടെ വെച്ച് ആരാണോ പിണങ്ങുന്നത്, മാറി നിന്നത്, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാതെന്നത്, അവർ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ പോലും നമ്മളറിയാത്ത ലോകത്ത് വെച്ച് ഈ ലോകത്തിന്റെ നിയന്ത്രണം കയ്യിലെടുത്ത അല്ലാഹ് തീരുമാനിച്ചു പോയി എന്നാണ് അർത്ഥം. അപ്പൊ മനുഷ്യന്റെ ജീവിതം എത്ര കൃത്യമായി റബ്ബ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിന്റെ ലോകത്ത് തുടങ്ങിയ നിയന്ത്രണം പിന്നീട് ചെറിയ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കണം, കൊച്ചു വീട്ടിലേക്ക്. സുരക്ഷിതമാണ് ആ വീട്, പക്ഷെ ചെറുതാണ്, വലിപ്പമില്ല. ഖുർആൻ അതിനെ സംബന്ധിച്ച് നല്ല കൃത്യമായി തന്നെ നല്ല സുരക്ഷിതമാണ് ആ വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? മാതാവിന്റെ ആ വയറിന്റെ ഉള്ളിൽ അള്ളാഹ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു പാത്രമാണ്. അള്ളാഹു അതിനെ കുറിച്ച് 2-3 സ്ഥലത്ത് ഖുർആനിൽ പരാമർശിക്കുമ്പോ ഒരു സ്ഥലത്ത് പറയുന്നത് ഖറാരിൻ മക്കീൻ എന്നാണ്. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നാം നിങ്ങളെ നിക്ഷേപിച്ചു എന്ന്. അഥവാ ഭർത്താവിന്റെ സ്ഖലനത്തിൽ ഉണ്ടാകുന്ന ആ അണുക്കളെ പടച്ച തമ്പുരാൻ അണ്ഡാശയത്തിൽ കൊണ്ടുപോയി സംയോജിപ്പിച്ചിട്ട് പിന്നീട് മനുഷ്യനായി അതിനെ പരിവർത്തിപ്പിക്കാൻ അല്ലാഹ് തീരുമാനിക്കുമ്പോ, സൃഷ്ടാവ് തീരുമാനിക്കുമ്പോ അതിനൊരു കേടും വരാതെ സൂക്ഷിക്കേണ്ട ബാധ്യത അല്ലാഹ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹ് അതുകൊണ്ട് പറയുന്നത് ഖറാർ മക്കീനിൽ ഞാൻ അതിനെ സൂക്ഷിച്ചു. ഒരിക്കലും മോഷ്ടിച്ചോണ്ട് പോകാൻ കഴിയാത്ത, ആർക്കും കൈകടത്താൻ കഴിയാത്ത, നഗ്നനേത്രം കൊണ്ട് ആർക്കും നോക്കിക്കാണാൻ പോലും കഴിയാത്ത ഒരു സ്ഥലമാണ് ശരിക്കും ഗർഭപാത്രം. അല്ലാഹു ഗർഭപാത്രം എന്നല്ല അവർ പറഞ്ഞത്, ഖറാർ മക്കീൻ, സുരക്ഷിതമായ ഒരു സ്ഥലം, ഒരു കേന്ദ്രം എന്നാണ്. അത് നമ്മുടെ യാത്രയുടെ 2ാം ഘട്ടമാണ്. നമ്മളൊക്കെ അത് കഴിഞ്ഞു വന്നവരാ. നമുക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല, പക്ഷെ ഓർമ്മപ്പെടുത്തുന്നവരുണ്ട് സൃഷ്ടികളിൽ തന്നെ. മാതാവ്, പിതാവ്, വേണ്ടപ്പെട്ടവരൊക്കെ നീ 9 മാസം എന്റെ വയറ്റിൽ കിടന്നതാണെന്ന് ഇടയ്ക്ക് പറയും. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തവാഫിലാണ്. പരിശുദ്ധ മക്കയിൽ അദ്ദേഹം ഹജ്ജിന് വന്നപ്പോ തവാഫിലാണ്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി നോക്കുമ്പോ തവാഫിന്റെ ഇടയിൽ
ഒരു മകൻ തന്റെ മാതാവിനെ ചുമലിൽ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി താബിഈങ്ങളിൽ പ്രസിദ്ധനാണ്. സ്വഹാബാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ അദ്ദേഹമാണെന്നൊരു അഭിപ്രായമുണ്ട്. അത്ര വലിയ മഹാനായ പണ്ഡിതൻ ഒരു മാതാവിനെ തോളത്ത് വെച്ച് ഒരു മകൻ ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുന്നത് കണ്ടു. ആ തവാഫ് പൂർത്തിയായ സമയത്ത് 7 തവാഫ് കഴിഞ്ഞു, വാജിബായ നമസ്കാരവും കഴിഞ്ഞപ്പോൾ ഹസൻ ബസരിയെ കാണാൻ വേണ്ടി മാതാവിനെ ചുമന്ന മകൻ ഹസൻ ബസരിയുടെ അടുക്കൽ വന്നു. അദ്ദേഹത്തെ അറിയുന്ന ആളാണ്, പരിചയപ്പെട്ട ആളാണ്. അപ്പൊ ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഉമ്മയാണിത്. അദ്ദേഹം ഒരു സംശയം കൂടി ആ സമയത്ത് ഹസൻ ബസരി റഹ്മഹുല്ലാ അവരുടെ മുമ്പിൽ വെച്ചു എന്നാണ്, ഞാൻ എൻ്റെ മാതാവിനോടുള്ള കടമ പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഉമ്മേനെ ചുമലിൽ വെച്ച് ഇത്ര തിരക്കിനിടയിൽ ത്യാഗം ചെയ്ത് തവാഫ് ചെയ്യിപ്പിച്ചു. ബാക്കി അമലുകളിലൊക്കെ എൻ്റെ തോളത്തായിരുന്നു എൻ്റെ ഉമ്മ. സഈലും തവാഫിലും ഒക്കെ ഹജ്ജ് പൂർത്തിയാകോളം ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമ പൂർത്തിയാക്കിയോ എന്നൊരു മകൻ ഹസൻ ബസരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിന്നെ ഉമ്മ ചുമന്നത് മണിക്കൂറല്ല മാസങ്ങളാണ്, പിന്നെങ്ങനെ അത് പൂർത്തിയാകുക എന്നാ. നമ്മൾക്ക് ചിന്തിച്ചു നോക്കിയേ, ഉമ്മ തന്റെ മകനെ മാസങ്ങളാ ചുമന്നത്, അല്ലാതെ മണിക്കൂറൊന്നുമല്ല. എങ്ങനെ പൂർത്തിയാകാനാ മോനെ എന്നാണ് ഹസൻ ബസരി പ്രതികരിച്ചതെന്നാണ്. അപ്പൊ മാതാവിനോടുള്ള കടമയൊന്നും ഒരു തവാഫ് കൊണ്ടും 9 തവാഫ് കൊണ്ടൊന്നും തീരൂല, ഒരു ഹജ്ജ് കൊണ്ടും 9 തവാഫ് കൊണ്ടും അത് തീരൂല. കാരണം എന്താ, മാതാവ് തന്റെ സന്താനത്തെ വയറ്റിൽ ചുമക്കുന്നത് 9 മാസമാണ്. കൃത്യമായി പറഞ്ഞാൽ 9 മാസവും 9 ദിവസവും എങ്കിലും ചുമക്കണം, എന്നാലാണ് പൂർണ്ണ വളർച്ച ഗർഭത്തിനുണ്ടാവുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശേഷമാണ് പ്രസവിക്കേണ്ടത്. അവനാണ് ആരോഗ്യവാനായ കുട്ടി. കുറച്ച് നേരത്തെ വന്നാലുള്ള പ്രയാസം നിങ്ങൾക്കറിയാലോ. 1 മാസം മുമ്പ് ഒരു കുട്ടി പുറത്തു വരികയാണ്, 1 മാസം മുമ്പ് ഒരു കുട്ടി പുറത്തു വന്നു, അല്ലെ 1.5 മാസം മുമ്പ് ഒരു കുട്ടി പുറത്തു വന്നു. എന്താ അവന്റെ അവസ്ഥ? അവര് 100 വെല്ലുവിളികളാണ് ജീവിതത്തിൽ. ആരോഗ്യമില്ല, മിക്കവാറും രോഗങ്ങളാണ്. കാരണം എന്താ, ഉമ്മയുടെ ഗർഭപാത്രമെന്ന് നമ്മൾ പറയുന്ന ഖുർആന്റെ ഭാഷയിൽ സുരക്ഷിത സ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചത് കുറച്ച് താമസിച്ചു പോയി. അവിടെ കുറച്ച് സമയം കൂടി നിൽക്കേണ്ടതായിരുന്നു, നിൽക്കാൻ പറ്റില്ല. പടച്ചവരെ നേരത്തെ അവരെ കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹ് ലോകത്തെ പഠിപ്പിക്കുകയാണ്, ഞാൻ തന്ന സുരക്ഷിത സ്ഥലം പോലെ ഒരു സ്ഥലവും ഇല്ല. എത്ര ശീതീകരിച്ച AC റൂമിൽ നീ ആ കുഞ്ഞിനെ ഇട്ടാലും ശരി, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന അത്ര സുരക്ഷിതമായ ഒരു ജീവിതം ആ കുഞ്ഞിനില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഉമ്മനെ മറക്കാൻ വയ്യോ സഹോദരന്മാരെ? അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദർജ കൊടുക്കുമാറാവട്ടെ. ഏറ്റവും ആദ്യം കൈമുക്കിയാൽ അള്ളാഹുവിനോട് പറയേണ്ടത് മാതാപിതാക്കളുടെ വിഷയമാണ്. പിന്നീട് വേണം നീ നിന്നെക്കുറിച്ച് തന്നെ പറയാന്നാ ചില ഉലമാക്കൾ എഴുതിയിട്ടുള്ളത്. നീ നിന്നെക്കുറിച്ച് പറയുന്നത് പോലെ രണ്ടാമതായിരിക്കണം, നിന്റെ നഫ്സിനേക്കാൾ നീ നിന്റെ മാതാപിതാക്കൾക്ക് ആദരവും ബഹുമാനവും മുൻഗണനയും കൊടുക്കണം. ഇപ്പോൾ നീ പൂർണ്ണ മുസ്ലിം ആവുക എന്നാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ദുആകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഈതൊരു ദുആ ഉണ്ട്. പ്രവാചകർ ഇങ്ങനെ പറയണം, നിഷ്കർഷിക്കുന്ന ദുആ കർശനമായി തങ്ങളെ പഠിപ്പിക്കുന്ന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റസൂലുള്ളാഹി തങ്ങളോട് പ്രാർത്ഥിക്കാൻ തങ്ങൾക്ക് മാത്രമുള്ളതല്ല, തങ്ങളെ പിൻപറ്റുന്ന ലോകത്തെ മുഴുവൻ വിശ്വാസ സമൂഹത്തിനുള്ള കൽപ്പനയാണ്. ഇത് നമ്മളൊക്കെ ചൊല്ലണം സമയം കിട്ടുമ്പോഴൊക്കെ. ആർക്കുള്ളതാ? മാതാവിനും പിതാവിനുള്ള 2-3 പദവി മാതാവിന് പിതാവിനേക്കാൾ കൂടുതലാണ്. പിതാവിന് ഒരു 3-ാം സ്ഥാനം, അല്ലെ ഒരു 4-ാം സ്ഥാനമാണുള്ളത്. ആദ്യത്തെ 3 പദവികളും പുണ്യനബി വകവെച്ചു കൊടുത്തത് സ്വന്തം ഉമ്മയ്ക്കാണ്. കാരണം ഉമ്മ എന്ന് പറയുന്നത് മക്കളുമായി അത്ര വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഖുർആൻ അങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അതിലേക്കല്ല കടന്നു പോകുന്നത്, ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. നമ്മളൊക്കെ ഒരു സുരക്ഷിത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. അവിടെയൊക്കെ നമ്മുടെ യാത്ര അല്ലാഹു തീരുമാനിച്ചതായ എല്ലാ പടച്ചവന്റെ നിയന്ത്രണമാണ്. ആത്മാവിന്റെ ലോകത്ത് അള്ളാഹുവിന്റെ നിയന്ത്രണം, ഗർഭപാത്രത്തിൽ പടച്ചവന്റെ നിയന്ത്രണം. ഭൂമി ലോകത്തേക്ക് നമ്മളെ പ്രസവിച്ചിട്ട് കഴിഞ്ഞു, തണ്ടും തടിയൊക്കെ ആയപ്പോ നമുക്ക് ലോകത്ത് യാത്ര ചെയ്യേണ്ടി വന്നു. അന്നം തേടി പോകുന്നവരുണ്ട്, ആവശ്യങ്ങൾ തേടി പോകുന്നവരുണ്ട്. ലോകത്ത് യാത്ര ചെയ്യുന്നവരിൽ വിദേശത്തേക്ക് ഭക്ഷണം തേടി ജീവിതമാർഗം തേടി പോകുന്ന ലക്ഷങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അറേബ്യൻ നാടുകളില്, ആഫ്രിക്കൻ നാടുകളിൽ ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വിശേഷിച്ച് മലയാളി അന്നം തേടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു പ്രബല വിഭാഗമാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ. തമാശയാണോന്ന് എനിക്കറിയില്ല. ഇന്ദിരാഗാന്ധി എവറസ്റ്റ് കൊടുമുടി സന്ദർശിക്കാൻ വേണ്ടി പോയിന്ന
അപ്പോൾ ഇന്ദിരാഗാന്ധിയോട് ആരോ ചോദിച്ചു, ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. അവര് ചോദിച്ചു, ഇവിടെ ഉണ്ടോ ഹോട്ടൽ? അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. അപ്പൊ ഇന്ദിരാഗാന്ധി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ഒരു മലയാളി ആയിരിക്കും. അവര് മലയാളികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നർത്ഥം. എവിടെയും നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ മഹീഷത്ത് കണ്ടുപിടിക്കും. ബോംബെയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ 40 ദിവസം പോയി. അവിടെ ഇപ്പൊ ബോംബെയിൽ 25 വർഷം മുമ്പാണ് ചെറിയ ചെറിയ പെട്ടിക്കടകൾ കാണാം. നമ്മൾ പോയി അവരോട് ഹിന്ദിയിൽ സംസാരിക്കേ വേണ്ട, അവരൊക്കെ മലയാളികളാണ്. അവരുടെ കടയും അവരുടെ ജീവിതമൊക്കെ ആ 4 ചെറിയ അതിർവരമ്പിനുള്ളിലാണ്. അവർ റൂമിലേക്കൊക്കെ വരുന്നത് 12 മണിക്ക് ശേഷമാണ്. 12 മണിക്ക് ശേഷം വന്നിട്ട് അവര് നമസ്കരിക്കും ഇശ. ചിലരൊക്കെ തറാവീഹ് 8, 10 സൗകര്യം പോലൊക്കെ നിസ്കരിക്കും. ഒറ്റയ്ക്ക് നിസ്കരിക്കുക. ഇമാമൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവരോട് ചോദിച്ചാൽ പറയും, വീട്ടിൽ എപ്പോഴാണ് പോകുന്നത്? ആ കൊല്ലത്തിൽ ഒരു തവണ പോകുമെന്ന് അവർ പറയും. കൊല്ലത്തിൽ ഒരു തവണ പോയാൽ എത്ര ദിവസം നിൽക്കുമെന്ന് ചോദിച്ചാൽ അവർ 15 ദിവസം നിൽക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വർഷത്തിൽ 15 ദിവസം മാത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിന് പുറത്തുനിന്ന് മുഅദ്ദിന്മാരും ഇമാമിങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഅദ്ദിൻ ഉൾപ്പെടെ സ്റ്റേറ്റിന് വെളിയിലുള്ള ആളാണ്. അവരൊക്കെ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും പോകും. അതിനേക്കാൾ വിരളമാണ് ബോംബെയിലെ മലയാളികളുടെ നാട്ടിലേക്കും വീട്ടിലേക്കും കുടുംബത്തിലേക്കുള്ള വരവ് എന്നാണ് ഞാൻ പറയുന്നത്. മലയാളി അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് അന്നത്തിന് വേണ്ടി യാത്ര ചെയ്യാം. വിശുദ്ധ ഖുർആൻ യാത്ര ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്ന ഒരു യാത്രയാണ്. എന്താണ് ആ യാത്ര? നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ മുൻഗാമികളുടെ ദുഷ്പ്രവർത്തികൾ അവർക്ക് വരുത്തി വെച്ച ദുരന്തങ്ങളെ പഠിക്കാൻ. വിശുദ്ധ ഖുർആൻ കൽപ്പനയാണ്. അവിടെ ഖുർആൻ പറയുന്നത് അന്നം തേടി പോകുന്ന വിഷയമല്ല, മറിച്ച് ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ മുൻഗാമികൾ ചെയ്ത ദുഷ്പ്രവർത്തികളുടെ ദുരന്തങ്ങൾ അവരെ എങ്ങനെ ബാധിച്ചു എന്ന് നിങ്ങൾ പഠിക്കണം. ഹബീബുന റസൂലുള്ളാഹി തങ്ങള് പരിശുദ്ധ മക്കക്കടുത്തുള്ള ഒരു സ്ഥലമാണല്ലോ നമുക്കറിയാം, അബാബീൽ പക്ഷി ഇറങ്ങിയ സ്ഥലം. സഹാബത്തുമായി അതിലെ വാദിയിൽ യാത്ര ചെയ്യുമ്പോ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ പോ, കാരണം അള്ളാഹുവിന്റെ ശിക്ഷ ഒരു കാലത്ത് ഇറങ്ങിയ ഭൂമിയാണ്. നിങ്ങൾ അവിടെ പാത്തും പതുങ്ങി നിൽക്കരുത്, പെട്ടെന്ന് കിടന്നു പൊയ്ക്കൊള്ളണമെന്ന് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് നിർദ്ദേശം കൊടുത്തു എന്നാണ്. അവിടെ പോകുമ്പോഴും അവിടുത്തെ ഹൃദയത്തിൽ അവിടെ നേരത്തെ സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ ചിത്രമുണ്ടായിരുന്നു എന്ന് കൃത്യമായി ആ സംഭവം വരച്ച് കാണിക്കുക. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാഠം അല്ലാഹു തആല യാത്രയ്ക്ക് വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട്. എത്രയൊക്കെ സൗകര്യം മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട്, ടെക്നോളജി കൊണ്ട്, അവന്റെ IT ബുദ്ധി കൊണ്ട്, അവന്റെ സാമ്പത്തിക ശേഷി കൊണ്ട്, അവന്റെ ശാസ്ത്രം കൊണ്ട് എത്രയൊക്കെ അവൻ വികസനത്തിലെത്തി, എന്തെല്ലാം വലിയ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചാലും അതൊക്കെ റബ്ബ് അവന്റെ വിരൽത്തുമ്പിലാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി പഠിപ്പിച്ചു 2 ദിവസം മുമ്പ്. ഇന്നലെ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ദുരന്തത്തിലൂടെ അള്ളാഹ് ഒരിക്കൽ കൂടി പഠിപ്പിച്ചിരിക്കുന്നു, അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ്. ഇതാണ് ഒരു മുസ്ലിം അവിടെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി ഒരു കാര്യം പറഞ്ഞു, വീട്ടിൽ നിന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇറങ്ങുമ്പോൾ ഒരു കാഫിർ ഇറങ്ങും പോലെ ഇറങ്ങാൻ പാടില്ല. ഒരു മുസ്ലിം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിശ്വാസിയെ പോലെ യാത്ര ചെയ്യാൻ പാടില്ല. ഒരു വിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഒരു അവിശ്വാസിയെ പോലെ മടങ്ങി വരാൻ പാടില്ല. കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ. ഒരു വിശ്വാസി എങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, കൃത്യമായ ഹദീസ് നമുക്ക് കാണാം. ചെറുതല്ല സഹോദരങ്ങളെ, വളരെ വലിയ കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, യാത്രക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങണം. നിങ്ങൾ അങ്ങനെ ആ ദുആ പറഞ്ഞിട്ടാ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അഭിമുഖമായി ഒരു മലക്ക് വരും. ആ മലക്ക് പറയും, ഹുദീത വകുഫീത. സയ്യിദുനാ റസൂലുള്ളാഹ് ആ ദുആയുടെ മഹത്വം പറയുമ്പോൾ പറഞ്ഞതാണ്, ആ ഒരു ദുആ പറഞ്ഞിട്ടാ നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് കാല് വെക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിശ്ചയിക്കപ്പെട്ട ഒരു മലക്ക് വന്നിട്ട് ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പറയും, ഹുദീത, നീ സന്മാർഗം കിട്ടിയവനാണ്, വകുഫീത, നിനക്ക് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിച്ചിരിക്കുന്നു. പിന്നെ മുസ്ലിമിന് ധൈര്യമായി ആകാശത്തോ ഭൂമിയിലോ ബഹിരാകാശത്തോ എവിടെയും പോകാം. അപ്പൊ കാരണം യാത്രയുടെ അതിർവരമ്പ് ഇപ്പൊ മുറിച്ചു കടന്നിരിക്കുന്നു. മനുഷ്യൻ ഒരു കാലത്ത് ഭൂമിയിൽ മാത്രം കാൽനട, പിന്നീട് ചക്രങ്ങളിലേക്ക്. മനുഷ്യന്റെ ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തൽ ചക്രമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചക്രയിലൊന്നുമില്ല, ചക്രം എന്നല്ല മനസ്സിലായോ?
വീലാണ് ആധുനിക ശാസ്ത്ര വളർച്ചയുടെ ഒന്നാമത്തെ ആണിക്കല്ല്. വീലാണ്. വീലില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഒരു മെഷീന് വീലില്ലാതെ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ഏത് ഫാക്ടറിയിലും പോയി നോക്കാം, ആ മെഷീനെ ചലിപ്പിക്കുന്ന അതിലൊരു വീലായിരിക്കും. നിങ്ങളെ കയ്യിൽ വാച്ച് നോക്കി, അതിനെ ചലിപ്പിക്കുന്ന വീലാണ്. വീലേതെങ്കിലും ഒന്ന് തടസ്സം വന്നാൽ വാച്ച് കൃത്യമായി സമയം കാണിക്കില്ല. നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലേ, ഇത്രയും ക്ലോക്കില്ല. അടുത്ത കാലത്ത് ഡിജിറ്റലിലേക്ക് വന്നത് മനുഷ്യൻ, അതും അത്ര കൃത്യമാണെന്ന് പറയാൻ കഴിയില്ല. വീലാണ് കൃത്യം. അതുകൊണ്ട് മനുഷ്യൻ കാൽനട കഴിഞ്ഞു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കഴിഞ്ഞ ജുമക്ക് നമ്മൾ കേട്ടു, ശ്രീലങ്കയിൽ നിന്നും മക്കയിലേക്ക് അദ്ദേഹം നടന്നാണ് പോയത് ഹജ്ജിന്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 or 60 തവണ ഹജ്ജിന് പോയിട്ടാണ് ആദം നബി ഹവ്വായെ കണ്ടത്. നമ്മൾ പറഞ്ഞു അലൈഹിസ്സലാം. ഇപ്പൊ മനുഷ്യൻ വീലില സഞ്ചരിക്കാം. ഇപ്പൊ വീല് കിടന്നിട്ട് പിന്നെ വെള്ളത്തിലൂടെയായി. കപ്പലുകൾ അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പരാമർശിക്കുന്ന ഒരു വാഹനമാണ് കപ്പലുകൾ. എനിക്ക് തോന്നുന്നു ഇന്ന് മനുഷ്യൻ ഇത്രയൊക്കെ കണ്ടെത്തിയാലും കപ്പലിനെ പോലെ പ്രയോജനകരമായ ഒരു വാഹനം മനുഷ്യൻ കണ്ടെത്തിയോ എന്ന് സംശയമാണ്. വിശുദ്ധ ഖുർആൻ കപ്പലിനെ പരാമർശിക്കുമ്പോ വളരെ പ്രാധാന്യത്തോടുകൂടി മനുഷ്യർക്കേറെ ഉപകാരപ്പെടുന്നത് എന്ന് എടുത്തു പറയുന്നത് കാണാം ഖുർആനിൽ. സൂറത്ത് യാസീൻ ഉൾപ്പെടെ ധാരാളം അധ്യായങ്ങൾ കാണാം ഖുർആന്റെ. കപ്പലിനെ പരാമർശിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന അലം തറ ഇലൽ ഫുൽകി തജ്രി, ഖുർആൻ പറയാണ്, കപ്പലിനെ കണ്ടില്ലേ നിങ്ങള്? സമുദ്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിനെ നിങ്ങൾ കാണുന്നില്ലേ? അതിൽ നിങ്ങൾക്ക് വലിയ പ്രയോജനങ്ങളുണ്ട്. ഒരു നാട്ടിൽ അടുത്ത നാട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ, യാത്രക്കാരെ കൊണ്ടുപോകാൻ മാത്രമല്ല, ടൺ കണക്കിന് സാധനങ്ങളെ കൊണ്ടുപോകാൻ. ഇപ്പൊ നമ്മളൊരു കപ്പൽ ദുരന്തത്തിന്റെ മുഖത്താണ് നിൽക്കുന്നത്. അതിലേക്കൊന്ന് കടന്നു പോലെ സമയമായി. ആ ഒരു കപ്പൽ ദുരന്തം വലിയ ഭീഷണിയാണിപ്പോ. ആ കപ്പലിൽ നിന്ന് ചോരുന്ന വാതകങ്ങളും ദ്രാവകങ്ങളും ഒക്കെ മനുഷ്യന്റെ ഭാവിക്ക് ഭീഷണിയാകുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചുപോയി. മീനുകളെ ബാധിക്കും, മനുഷ്യജീവനുകളെ ബാധിക്കും, സമുദ്ര തീരങ്ങളെ ബാധിക്കും, വൃക്ഷങ്ങളെ ബാധിക്കും. ഒരുപക്ഷെ ഒരു വലിയ അഗ്നി പഠനം വരെ സാധ്യത ഉണ്ടെന്നാണ് ചിലർ പറഞ്ഞു വെച്ചത്. എത്ര ദുരന്തമാണ് ഒരു കപ്പൽ! കാരണം അതിൽ ടൺ കണക്കിന് സാധനങ്ങളുണ്ടാവും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ടൺ കണക്കിന് സാധനങ്ങളെയും കൊണ്ട് ഒരു ദിശയിൽ അടുത്ത ദിശയിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകളെ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി മനുഷ്യനെ വിളിക്കാൻ, മനുഷ്യന്റെ കണ്ടുപിടുത്തം. അവിടെയും നല്ലൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യനിടയ്ക്ക് അവന്റെ അഹങ്കാരം തലയിൽ കയറുമ്പോൾ മറക്കും, ഇത് എന്റേതാണെന്ന് തോന്നും. എന്റേതാണെന്ന് തോന്നുമ്പോൾ അതങ്ങനെ കൂടുതലാകുമ്പോൾ അല്ല എന്ത് ചെയ്യും? ഒരെണ്ണം പൊട്ടിച്ചു കളയും. എന്തിനാണ്? നിന്റെതല്ല, അത് എന്റേതാണ്, എന്റെ നിയന്ത്രണം. നിന്റെ നിയന്ത്രണമല്ല. അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവി സമാ, അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ത്വയ്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും പക്ഷിക്കും പറയാം, ഫ്ലൈറ്റിനും പറയാം. കാരണം ഫ്ലൈറ്റിന് പറയുന്നവര് തയ്റാനാണ്. തയ്റാൻ എന്ന് പറഞ്ഞാൽ പക്ഷി. അതേ പദം അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചു, പക്ഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ പദം തന്നെ അറബിയിൽ ഫ്ലൈറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആധുനികമായി വായിച്ചാൽ ആലോചിക്കുക, അന്തരീക്ഷത്തിലൂടെ നിലം തൊടാതെ പറക്കുന്ന ഈ വിമാനങ്ങൾ ഇത് പിടിച്ചു നിർത്തുന്നത് ആരാണ്? അതിന്റെ മെക്കാനിക് സംവിധാനമൊന്നുമല്ല, 82,000 മണിക്കൂറോടെ പൈലറ്റുമല്ല. പൈലറ്റ് ഒന്നും അല്ല പിടിച്ചു നിർത്തുന്നത്. അല്ല പറയാൻ കൃത്യമായ റബ്ബ് പറയാണ്, മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ല അല്ലാഹ് അല്ലാതെ മറ്റാരും അല്ല അതിനെ വെച്ചിരിക്കുന്നത് അവിടെ. കാരണം ഒരു സെക്കൻഡ് പടച്ചതമ്പുരാൻ തീരുമാനിച്ചാൽ, നമ്മൾ കണ്ടില്ലേ, വെറും 820 അടി മാത്രം ഉയരത്തുനിന്നാണ് ഫ്ലൈറ്റ് താഴേക്ക് വന്നത്. ഇപ്പോഴും കാരണം അജ്ഞാതമാണ്. അതിന്റെ പരീക്ഷണമോ നിരീക്ഷണമോ ഒക്കെ നടക്കട്ടെ. ബ്ലാക്ക് ബോസ് എന്തെങ്കിലും പറയട്ടെ, രക്ഷപ്പെട്ട വ്യക്തി പറയട്ടെ. അള്ളാഹു ദുരന്തത്തിൽ മരിച്ചവർക്കൊക്കെ, വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അല്ലാത്ത രോഗികൾക്ക്, അപകടത്തിൽപ്പെട്ടവർക്ക് അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. അല്ലാത്ത കുടുംബങ്ങൾക്ക് അവിടെ ക്ഷമ കൊടുക്കുമാറാവട്ടെ. നമുക്കൊക്കെ ദുരന്തം ഉണ്ടായാൽ പങ്കുചേരേണ്ട ബാധ്യത ഈമാന്റെ പേരിലുണ്ട്. ഏത് മതക്കാരനുമാവട്ടെ, മനുഷ്യൻ മരിച്ചാൽ ഒരിക്കലും നികൃഷ്ട ജീവികളെ പോലെ, ഇത്തരം വാർത്തകൾക്ക് താഴെ കമന്റ് ഇടുന്ന നികൃഷ്ട ജീവികളെ പോലെ ഒരു വിശ്വാസിയുമായി കൂടാ. ഒരു വിശ്വാസി എടുത്തു പറയുന്നില്ല ഞാൻ, ധാരാളം ഇരുകാലികളുണ്ട് ഇത്തരം വാർത്തകളുടെ താഴെ സന്തോഷങ്ങൾ പങ്കിടുന്ന, മരിച്ചവന്റെ മതം നോക്കി, അവന്റെ രാഷ്ട്രീയം നോക്കി, അവന്റെ നിലപാട് നോക്കി, അവന്റെ മുൻകാല ജീവിതമൊക്കെ നോക്കിയിട്ട് മരിച്ചു കഴിയുമ്പോൾ സാമാന്യ മര്യാദ പോലും കാണിക്കാതെ എന്റെ താഴെ വൃത്തികെട്ട കമന്റുകളിട്ട് മനുഷ്യത്വമുള്ളവരെ കുത്തി നോവിപ്പിക്കുന്ന ചില ഇരുകാലികൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരു കാരണവശാലും ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല.
മരിച്ചത് ആരും ആവട്ടെ നമ്മുടെ ശത്രുവാണ് മരിച്ചതെങ്കിലും മരണത്തിൽ സന്തോഷിക്കാൻ ഖുർആൻ എവിടെയും പറയുന്നില്ല, ഹദീസ് എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുപോയത് യഹൂദന്റെ ഒരു ബോഡിയാണ്, യഹൂദന്റെ ബോഡി. അതിനെ അനാദരിക്കാനെന്നല്ല വിശുദ്ധ റസൂൽ പഠിപ്പിച്ചത്, അതിനെ ആദരിക്കണമെന്നാണ്. ആദരിക്കണം. സ്വഹാബത്ത് പ്രവാചകരെ തിരുത്താൻ നോക്കി, നബിയെ അതൊരു ജൂതനാണ്, ഇസ്ലാമിന്റെ ശത്രുവിന്റെ ബോഡിയാണ്. അള്ളാഹു റസൂൽ തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്, അവൻ ജൂതനാണെന്ന് ഇരിക്കട്ടെ, അവനൊരു മനുഷ്യനല്ലേ? മനുഷ്യത്വത്തിന്റെ മാന്യത കാണാൻ ജൂത ബോഡിയിൽ തപ്പിയ പ്രവാചകൻ. അവിടെ ഒരിക്കലും മതം അവിടെ നിന്ന് തടസ്സമായിരുന്നില്ല. എഴുന്നേറ്റ് ആദരിച്ചു എന്നാ ആ ജനാസനെ സഹാബത്തും കൂടെ എഴുന്നേറ്റു. പറയുന്നത് മുസ്ലിമിന് പഠിപ്പിക്കപ്പെട്ടതാണ്. മുസ്ലിം ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. രാഷ്ട്രീയമൊക്കെ വേറെ കാര്യം, സംഘടനയൊക്കെ വേറെ കാര്യം. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോളി, ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം കയർത്തോളി, വേണമെങ്കിൽ ശത്രുക്കളുമായി യുദ്ധം വരെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ആവശ്യഘട്ടത്തിൽ. പക്ഷെ മരിച്ചാൽ പിന്നെ ആ ശരീരത്തോട് ആദരവ് കാണിക്കുക ഒരു സാമാന്യ മര്യാദയാണ്. ഒരു മുസ്ലിം ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്തൊരു കാര്യം. അങ്ങനത്തെ കമന്റുകൾ ഒരു മുസ്ലിമിന്റെ പേരിൽ ഒരാൾ ഒരെണ്ണം വായിക്കാൻ പറ്റി, നമ്മളതിനകത്ത് ഒരുപക്ഷെ അദ്ദേഹം ഇതിനകത്ത് ഉണ്ടാവില്ലെങ്കിലും ഞാൻ ഉണർത്തുകയാണ്, അത്തരം കമന്റുകൾ ഒരിക്കലും താഴെ ഇടാൻ പാടില്ല. വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുന്നതിനും നമ്മളെ ഭീകരവാദ മുദ്രയടിച്ച് മാറ്റി നിർത്തുന്നതിനും ചില വ്യക്തികളാണ് കാരണം. ഒരാളോ ഒരു പക്ഷേ ഇട്ടത്, പക്ഷേ അതിന് താഴെ വേറൊരുത്തിനിട്ടേക്കുന്നത് ഇവരൊക്കെ കൊന്നാലേ നടന്നുണ്ടാവുന്ന അതിലേക്ക് നയിച്ചതാരാ? ഈ ഒരാളുടെ കമന്റാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ എന്ന് പറയാണ്, കമന്റുകൾ സൂക്ഷിക്കാം. കമന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുക നമ്മൾ ഇട്ട് നമ്മൾ പോയി, അല്ല, കോടികളുടെ മുന്നിലേക്കാണത് സംപ്രേഷണം ചെയ്യപ്പെടും. ഒരു കാലത്ത് അനൗൺസ്മെന്റ് നാട്ടിലേക്ക് വെക്കുള്ളൂ. ഇപ്പോഴത്തെ അനൗൺസ്മെന്റ് വെക്കുന്നത് എവിടെയാണ്? വേൾഡിലാണ്. നമ്മളെന്താ ഇന്നും ഇത്രയും വികസിച്ച ലോകത്തിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വിരൽ കൊണ്ട് തോണ്ടി വിട്ടിട്ട് നമ്മൾ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? അതിന്റെ ഗൗരവം കുറച്ച് കാണാൻ പറ്റുമോ? തമാശക്ക് പറഞ്ഞാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ലല്ലോ സഹോദരങ്ങളെ. നമ്മൾ ലോകത്തോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ മേനാരപ്പള്ളിയുടെ 4 ചുമരിനുള്ളിൽ ഒതുങ്ങി നിൽക്കുമെന്ന് വിശ്വസിച്ചാൽ ഞാനൊരു ബുദ്ധിയില്ലാത്ത മൗലവിയെ ഒരിക്കലും അല്ല. പുറത്തേക്ക് പോകാം. ലോകത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് അങ്ങനെയാണ്. ലോകം വിരൽ തുമ്പിലാണ്, കൈവെള്ളയിലാണ് ലോകം. അതൊരു കറാമത്തൊന്നുമല്ല, ഈ യുഗത്തിന്റെ പ്രത്യേകതയാണ്. പടച്ചതം വരാൻ തന്ന ഒരു വികസനത്തിന്റെ ഭാഗമാണ്. ശാസ്ത്രം അത്രയേറെ പുരോഗമിച്ചു പോയിരിക്കുന്നു. ലോകമാകെ കൈവെള്ളയിൽ, ലോകമാകെ വിരൽ തുമ്പിൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് അത്തരം കമന്റുകളിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ പടച്ചതമ്പുരാനോട് അവർക്ക് വേണ്ടി വിശ്വാസിയാണെങ്കിൽ മാത്രം മഗ്ഫിറത്ത് ചോദിക്കാം, ഇല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മനുഷ്യത്വമാണ്, ഈമാന്റെ ഭാഗമാണ്. അതേ പറഞ്ഞത് യഹൂദന്റെ ജനാസയെ പോലും ആദരിക്കാനാണ് ലോകത്തിന്റെ ഗുരു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയത്. അതൊരു മാതൃകയാണ്, അതൊരു സുന്നത്താണ് സഹോദരങ്ങളെ, സാധാരണ കാര്യമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദുരന്തങ്ങളിലൊക്കെ നമുക്കൊരിക്കലും സന്തോഷം മനസ്സിന്റെ ഉള്ളിൽ പോലും ഒരിക്കലും വരാൻ പാടില്ല. ഒരു തീപിടുത്തം ഉണ്ടായാൽ ഭൂമിയിലാണെങ്കിൽ സഹോദരന്മാരെ ഓടാം, വെള്ളത്തിലാണെങ്കിൽ നീന്താം, ഏതെങ്കിലും വാഹനത്തിലാണെങ്കിൽ തുറക്കാൻ ശ്രമിക്കാം. ട്രെയിനിലോ കപ്പലിലോ ബോട്ടിലോ ബൈക്കുകളിലോ കാറുകളിലോ ആണെങ്കിൽ എന്തെങ്കിലും സുരക്ഷാ സംവിധാനത്തിലേക്ക് മനസ്സുണ്ടെങ്കിലും നീങ്ങാം. പക്ഷെ ഫ്ലൈറ്റിൽ നിങ്ങൾ ആലോചിക്കുക, എത്ര ഭയാനകമാണ് രംഗം. സീറ്റ് ബെൽറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് പച്ചയായി കത്തിത്തീരുന്നൊരവസ്ഥ അള്ളാഹു ഒരിക്കലും വരുത്താതിരിക്കട്ടെ. ലോകത്തിന് അള്ളാഹു ദുരന്തങ്ങളെ അള്ളാഹു ലോകത്തെ കാക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. 300ഓളം 285 294 പേരാണ് താഴെ വീണ് തകർന്നപ്പോൾ ഡോക്ടറേറ്റ് പഠിക്കാൻ വന്ന വിദേശികളായ പെൺകുട്ടികൾ ഉൾപ്പെടെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർന്നു പോയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നിങ്ങൾ സൗദി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. യാത്ര തുടങ്ങുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അനൗൺസ്മെന്റിൽ ഇതാ പറയാ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ. എന്താ ആയത്തിന്റെ ആ ദുആയുടെ അർത്ഥം? സുബ്ഹാനല്ലദീ, ഒരു അല്ലാഹു പരിശുദ്ധനാണ്. കേൾക്കണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തിയെത്തുന്ന പടച്ചവൻ പരിശുദ്ധനാണ്. ദൈവിക സാന്നിധ്യം മനസ്സിലുള്ളവൻ മുഅ്മിനാണ്. കുഫറിന് ഒരിക്കലും ദൈവിക സാന്നിധ്യം, ഇലാഹി സാന്നിധ്യം ഉണ്ടാവില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ ആകാശത്തായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ കൂടെയാണ്, ഭൂമിയിലായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, വെള്ളത്തിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, യാത്രയിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. സഹോദരിക്ക് സാരന്മാരെ ആലോചിച്ച് നോക്കി. ഇപ്പൊ പടച്ചതമ്പുരാൻ നമ്മളെ
3 കാര്യങ്ങൾ ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് തോന്നുന്നു പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ എന്താണ്? ഒരു അന്തരീക്ഷ യാത്രയിൽ മനുഷ്യൻ പഠിക്കാൻ, ഒന്ന് അത് മനുഷ്യ അള്ളാഹു ചെയ്ത നിഅമത്താണ്. അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഫ്ലൈറ്റിലൂടെ ആലോചിച്ച് നോക്കിയാൽ എത്ര അടി ദൂരത്തിലാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു വീഴ്ച മതി, അപ്പാടെ തകർന്നു തീരുന്ന, മുഴുവൻ ജീവനും പൊലിഞ്ഞു പോകുന്ന അത്ര അപകടസന്ധിയാണ് ഒരു ഫ്ലൈറ്റിന്റെ യാത്രാമാർഗം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നില്ല. അള്ളാഹു എല്ലാവരും കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ്. 2 സഹോദരന്മാരെ, മനുഷ്യൻ ആരുമല്ല, അവൻ നിസ്സഹായനും നിസ്സാരണമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. നിസ്സഹായനാണ് മനുഷ്യ എന്ന് അള്ളാഹ് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന സ്ഥാനത്താണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ആർക്കെങ്കിലും? ഇതെല്ലാം സംവിധാനമുണ്ട്, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ ഒന്ന് പഠിക്കണം. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖത്തിൽ പങ്കുചേരുക. അള്ളാഹുവിനോട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നീ ഇല്ലായിരുന്നെങ്കിൽ, നീ തന്നില്ലായിരുന്നുവെങ്കിൽ, നിന്റെ കഴിവില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത് കീഴ്പ്പെടുത്തി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന് മനുഷ്യൻ അവന്റെ ബലഹീനത സമ്മതിക്കുകയാണ് ഈ ആയത്തിലൂടെ. وما كنا مقرنين له مقرنين وإنا إلى ربنا لمنقلبون. ഉടനെ അല്ലാഹുവിനെ ഓർക്കുകയാണ്, മരണത്തെ അവൻ ഓർക്കുകയാണ്, പരലോകത്തെ ഓർക്കുകയാണ്. ഞങ്ങൾ നിന്നിലേക്ക് തന്നെയാ പടച്ചവനെ മടങ്ങി വരാൻ പോകുന്നത്. ഈ യാത്ര ഞങ്ങളുടെ അവസാന യാത്രയെങ്ങാനുമാണെങ്കിൽ ഞങ്ങൾ നിന്നിലേക്കാ ഞങ്ങൾ മടങ്ങുന്നത്. ഒരു ആപത്ത് കേൾക്കുമ്പോൾ മുസ്ലിം പറയേണ്ടതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടെ അല്ലാഹുവിനെ ഓർക്കുകയാണ്, പടച്ചവൻ ഓർക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ദുആയ്ക്ക് യാത്ര തുടങ്ങിയാൽ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. യാത്രയുടെ നന്മകൾ ചോദിക്കാൻ, നന്മ ചോദിക്കാൻ, തഖ്വ ചോദിക്കാൻ, യാത്രയിലെ ദുശ്ശകുനങ്ങളെ തൊട്ട് സൂക്ഷിക്കാൻ അല്ലാഹുവിനോട് ചോദിക്കാൻ, യാത്രയിലെ മോശമായ കാഴ്ചകളെ കുറിച്ച് റബ്ബിനോട് കാവൽ തേടാൻ, അതേപോലെ തിരിച്ചു വരുന്നവരെ സുരക്ഷിതത്വം കിട്ടാൻ നീണ്ടൊരു ദുആ. അതൊക്കെ ചൊല്ലിയിട്ടാ പോകുന്നെങ്കിൽ അല്ലാഹുവിന്റെ കാവലുണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. യാത്രയെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. വിദ്യ നേടാനുള്ളൊരു യാത്ര, വിദ്യ നുകരാനുള്ള യാത്ര. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ പ്രധാന പ്രമേയമായി അത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു യാത്രയെക്കുറിച്ച്. അങ്ങോട്ട് കടന്നു പോകല്ല, നമ്മരൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവർ റബ്ബിനോട് കാവൽ തേടി, അവനോട് ദുആ ചെയ്ത്, അവൻ്റെ ഭരമേൽപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മളൊക്കെ തയ്യാറായാൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുക ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസിയെ പോലെ പെരുമാറുക, അള്ളാഹു തന്ന നിഅമത്തിനെ മതിക്കുക, ശുക്ർ രേഖപ്പെടുത്തുക, റബ്ബിനോട് കൈനീട്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നിന്നിലേക്കാണ് ഞങ്ങൾ മടക്കമെന്ന് ഓർത്തുകൊണ്ട് പരലോകത്ത് ഓർത്തുകൊണ്ട് പോകാൻ നാം തയ്യാറാകുക. അതിനോടൊപ്പം ബാഹ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയേക്കുക.